ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് 6:30 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 6 മണിയൊക്കെ ആവും കേട്ടോ. ഇന്ന് ഇത്തിരി വൈകിപ്പോയി. അപ്പം ഇത്തിരി പണിയൊക്കെ ഇത്തിരി ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ പണികളിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ രാവിലെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി റൈസ് കുക്കറിൽ എടുത്തു വെച്ച ചോറാണ്. അത് രാവിലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഊറ്റി വയ്ക്കാറ്. അപ്പം എന്നും രാത്രി ചോറ് വയ്ക്കും കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്നാവുമല്ലോ. പിന്നെ ഞാൻ ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. ചീര നല്ലതാണല്ലോ, എപ്പോഴും ഇവിടെ കിട്ടാറില്ല. ഇന്നലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ചീര കണ്ടപ്പോൾ വാങ്ങി, കാണുമ്പോഴൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. ചുമപ്പ് ചീരയേക്കാളും ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതാണ് ഞാൻ അധികം വാങ്ങാറുള്ളത്. ചൂട് ചോറിൻ്റെ കൂടെ ചീര തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ, തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ. പിന്നെ എന്താ, ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ്. സാമ്പാറിന് ഒരുപാട് കഷ്ണമൊന്നുമില്ല, കുറച്ച് വെണ്ടയ്ക്ക, ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെച്ചു കേട്ടോ. വെള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, തേങ്ങയൊന്നും ഇടാത്ത അങ്ങനെ ഒരു രീതിയിലാണ്. കുറച്ച് മല്ലിയിലയൊക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണേ. അപ്പോൾ ദോശയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം 2 കറിയായല്ലോ, ഉച്ചക്കത്തേക്ക് രാവിലത്തേക്കുള്ളതായല്ലോ. അപ്പോൾ രാവിലത്തെ ചോറും സാമ്പാറും ചീരത്തോരനുമാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. 7:30ക്ക് നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാലൊഴിച്ച ചായ ഞാൻ എണീറ്റപ്പോൾ ഇത്തിരി കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു. എണീക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ, അപ്പോൾ ഒരു ഉഷാറാണ്. പിന്നെ 7:30 ആകുമ്പോൾ ഇത്തിരി പാലൊക്കെ ഒഴിച്ചിട്ട് ചായ വയ്ക്കും. അതെല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളപ്പണി എളുപ്പമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ന് രാത്രി കിടക്കാനാവുമ്പോൾ നാളത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരിയൊക്കെ അരച്ച് വയ്ക്കും. അപ്പോൾ അതിനുള്ള കറി എന്താണെന്ന് മനസ്സിൽ ചിന്തിക്കുക, അതിൻ്റെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടോയെന്ന് പോയി നോക്കും. പിന്നെ ഉച്ചയ്ക്കുള്ള കറി, തോരൻ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ തീരുമാനിച്ച് വെക്കും കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടോ നോക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കും. അപ്പം നമുക്ക് രാവിലെ എണീറ്റിട്ട് എന്താ കറി വയ്ക്കുക എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പോയിട്ട് എല്ലാം വേഗം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നും തലേന്നേ ആലോചിച്ച് വെക്കും കേട്ടോ. എല്ലാവരും അങ്ങനെയൊന്നും അറിയില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് കപ്പിലൊഴിക്കുകയാണേ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ദോശ കൂടി ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് 8:30 ആകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. ഒരു 9 മണി ആകുമ്പോഴത്തേനും എൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിയും. പിന്നെ ഇതാ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടാവും. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.